ഡൽഹി വികാസ്പുരി കേരള സ്കൂളിലെ ദിവ്യ സുനിൽ 4ാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കുന്നുണ്ട്. ഇത് എന്നെങ്കിലും ഉപയോഗപ്പെടുമെന്ന് നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ആ സംഭവം. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മ എന്നും എന്നെടുക്കാൻ വരും ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി കാണും. ഒരു 35-36 വയസ്സുള്ളൊരു നീളമുള്ളൊരു അങ്കിളായിരുന്നു, ചേട്ടനാണോ എന്ന് പറയാൻ പറ്റില്ല. അയാൾ വന്നു മുമ്പിൽ നിന്ന് അമ്മേൻ്റെ മാലയും കണ്ട് പറിച്ചു. മാല പറിച്ചിട്ട് അമ്മേനെ തള്ളിയിട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അമ്മേനെ തള്ളിയിട്ടത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ കള്ളൻ്റെ പുറകെ അങ്ങ് ഓടിപ്പോയി. കുറേ ഓടി ചെന്നപ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് ആ വീട്ടുകാർ അവനെ ഇറക്കി വിട്ടു. അന്നേരം എനിക്ക് ദേഷ്യം കാരണം ഞാൻ സാറ് പഠിപ്പിച്ച് തന്ന കുറച്ച് കരാട്ടെ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തു. ഇല്ല, എനിക്ക് മാല നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷേ മകള് കള്ളൻ്റെ പുറകെ പോയപ്പോൾ അവർ കള്ളന്മാരിൽ അവരുടെ പ്രതിരോധത്തിന് അവർ രക്ഷപ്പെടാനായിട്ടുള്ള പല ആയുധങ്ങളൊക്കെ കൈ കാണേണ്ടതുണ്ട്. അപ്പം മകളെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. നൃത്തം പഠിക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, പിന്നെ സംഗീതം പഠിക്കുന്നുണ്ട്. പെൺകുട്ടികളെ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. കരാട്ടയിൽ ചെയ്യുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഐക്കഡോ ടെക്നിക്സ്, ഐക്കഡോ എന്ന് പറഞ്ഞാൽ ഗ്രാബിങ്, ത്രോസ്, ക്യാച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകൾ കരാട്ടയിൽ ഓൾറെഡി ഉണ്ട്. അതിനെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്.